എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നേ നമ്മുടെ പാലുകാച്ചൽ ദിവസത്തിന്റെ ബാക്കി പത്രമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പോയി എന്നിട്ട് ചരങ്ങൊഴിഞ്ഞു വേണമെങ്കിൽ പറയാം. ചേച്ചിമാരെല്ലാവരും നാളെ കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഓണം എക്സാമിൻ്റെ ഇടയിലായ കാരണം പിള്ളേർക്ക് എല്ലാവർക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം പോവും. അപ്പോൾ അതിനേക്കാളും മുന്നേ ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ എന്താ വെച്ചാൽ സമ്മാനപതികളൊക്കെ തുറന്ന് കാണാൻ വലിയൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ, നോർമലാണല്ലോ. അപ്പം ഞാൻ അത് തുറക്കാമെന്ന് വിചാരിച്ചു. അതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് തന്നെ പോവും മണ്ണമ്പേട്ടയ്ക്ക്. നമുക്ക് ശ്രീകുട്ടൻ്റെ ക്ലാസ് ഉണ്ട് നാളെ, കുഞ്ഞിന് നാളെ പരീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ പോവും. എല്ലാ പരിപാടികളും ഭംഗിയായി നടന്നു ചേച്ചിയാ. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക, അയ്യോ ശ്രീ ഒരു 10 ആൾക്കെങ്കിലും ചോറ് കൊടുക്കണം. അവർ വിചാരിച്ചു നമ്മൾ പാല് കാച്ചി അങ്ങനെ തന്നെ കയറുന്ന വിചാരിച്ചേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണുള്ളൂ എന്നല്ലേ. നമ്മളിങ്ങനെ വലിയ എൻ്റെ കുറച്ച് റിലേറ്റീവ്സിനും എൻ്റെ കുറച്ച്, അതായത് അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും, അതുപോലെ അവിടുത്തെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ, തീരെ 150 ആളുടെ അടുത്തുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് നമ്മൾ പിന്നെ ഇവിടെ കുടുംബം വള്ളൂർ വളപ്പിൽ കുടുംബം കുറച്ച് വലുതാണ്. അച്ഛൻ്റെ ഇളയച്ചന്മാർ പിന്നെ എല്ലാവരും അടുത്തടുത്താണ്. അങ്ങനെ അമ്മായിമാരും ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് എല്ലാവരും വീടുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ചേച്ചിമാർ കല്യാണം കഴിച്ചു കൊടുത്ത് വീട്ടിൽ ചേച്ചിമാരൊക്കെ അങ്ങനെ ചേച്ചിമാരല്ല ചേട്ടന്മാര് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് എന്തായാലും 150 ആൾക്കാരുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും പോയി, ചേച്ചിമാരും പോയി. അപ്പോൾ ഞങ്ങള് പിന്നെ അടുക്കളയിൽ ഞങ്ങൾ തന്നെയായി. അപ്പോൾ വീണ്ടും പക്ഷെ ഈ വീട്ടിൽ വന്നിട്ടേ നമുക്ക് അങ്ങനെ ഒരു അപരിചിതത്വം ഫീൽ ചെയ്യില്ലേ ചേച്ചിക്ക് ഉണ്ടാവില്ല, ചേച്ചി ഒന്നും വരുന്നതല്ല. പക്ഷെ എനിക്കുണ്ടാവേണ്ടത് ഞാൻ നോർമലായിട്ട് എന്തോ വർഷങ്ങളായിട്ട് വീട്ടിൽ താമസിച്ചൊരു ഫീലാണ് എനിക്ക്. ചിലപ്പോൾ നമ്മളതിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. കാരണം എൻ്റെ മോൻ കുളിച്ചു വന്നു കേട്ടാ. ഹലോ, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പുതിയ ഉടുപ്പൊക്കെ ഇട്ടാള്. കുഞ്ഞൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇനി പോണ പഠിക്കാകുമ്പോൾ ചിലപ്പോൾ ആൾ കിടന്ന് ഉറങ്ങും വണ്ടിയിൽ തന്നെ കിടന്നിട്ടേ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട്. ചേട്ടച്ചനും മോനും കൂടി ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചിക്കൻ കഴിക്കലൊക്കെ കുറെ നാളായിട്ട് ഒഴിവാക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും ചിക്കൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇവിടെ നിന്ന് വൈകുന്നേരത്തെ ഡിന്നർ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണം. നമുക്ക് തുടങ്ങാൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. അതിനറിയില്ലല്ലോ സദ്യക്ക് നമ്മൾ കുറെ ഉണ്ടാക്കും എന്നുള്ള കാര്യം. പാവശ്രീക്കുട്ടൻ. അപ്പൊ നമ്മുടെ സാമ്പാർ, കൂട്ടുകറി ചേച്ചിമാരൊക്കെ കൊണ്ടുപോയിട്ടാണ് നാളെ. അപ്പോൾ സ്കൂളിൽ പോകേണ്ട കാരണം കൊണ്ട് പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ സിന്ധു ചേച്ചിയും പിന്നെ ചേച്ചി ആദ്യ ചേച്ചിയും ചേച്ചിമാരെല്ലാവരും കൊണ്ടുപോയി. നമ്മൾ തോരനൊക്കെ കണ്ട കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ചേച്ചിയമ്മയ്ക്ക് ശ്രീകുട്ടന് ചിക്കൻ വെച്ച് കൊടുക്കാണ്ട് ഭയങ്കര സങ്കടം. അപ്പം അങ്ങനെ ഏട്ടായി പോയിട്ട് ഒരു ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു. നമ്മളിനി ഇത് ജസ്റ്റ് ഒന്ന് വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോഴാണ് ചേച്ചി പറയുന്നത് ഇവിടെ മല്ലിയും മുളക് പൊടിയും ഒന്നും ഇല്ലയെന്ന്. മുളക് പൊടി ഉണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ചേച്ചി മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പ് കൂട്ടിയിട്ട് തിരുമ്മി അതൊന്ന് വറുത്തെടുത്തു. മഞ്ഞപ്പൊടി ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങാട്ടോ. അതാ ഞങ്ങൾ പതുക്കെ വർത്താനം പറയുന്നത്. എല്ലാവരും ഓരോ സൈഡിൽ ചാഞ്ഞു. കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഓരോരുത്തരും പറയണ്ടായി ശ്രീ അവിടെ ചെയ്ത വർക്കിന് എത്രയായി, ഇവിടെ ചെയ്ത വർക്കിന് എത്രയാന്ന് ഒക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഒരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഹോം ടൂർ ചെയ്യുമ്പോൾ ഓരോ ഭാഗം കാണിച്ചു തരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പും മുളകും ഒന്നും ഇല്ലാത്ത ചിക്കനാണ് ചേച്ചിയമ്മ വറക്കാൻ പോണത്. ജസ്റ്റ് മുളക് പൊടിയും നമ്മുടെ ഉപ്പും മാത്രം ഇട്ടിട്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടാലാണ് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ എന്ന് ഈ ചിക്കൻ കഴിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മളതിനെ കറിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടായി പതുക്കെ മഞ്ഞപ്പൊടിയും സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് വറുത്ത് വെക്കാം. അപ്പോൾ വറുത്ത ചിക്കനിൽ കറിയാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷ്ണേട്ടൻ്റെ വീടത്തെ കല്യാണം കഴിഞ്ഞ ഭാഗ്യം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കുട്ടികളെ. അടിപൊളിയല്ലേ? ലൈറ്റ് കത്തുന്നുണ്ടാണോ? മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ ഒരുപാട് ബൾബൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വൈകുന്നേരം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് ദിവസമൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഇടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആകെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രം ഒതുങ്ങിക്കൂടലാണല്ലോ പതിവ്. അപ്പം ഇന്ന് എന്തായാലും വർണ്ണശബളമായി എല്ലായിടത്തും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ദേ കിച്ചണിൽ നിന്നിട്ട് ചേച്ചി ചിക്കൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആയാ? ഞങ്ങളുടെ സമ്മാന പുതികൾ പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. യോ ഗൈസ്.
ഒരുപാട് പെട്ടികളൊന്നും നമുക്ക് ഉണ്ടായില്ല തുറക്കാൻ വേണ്ടിയിട്ട്. ശ്രീകുട്ടൻ്റെ അവിടെ കോസടിയൊക്കെ ചേട്ടച്ചോരനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അച്ഛൻ അവിടെ അതിൽ അവൻ അതിൽ കിടക്കുന്നുണ്ട്. അച്ഛൻ്റെ അവിടെ ഒരു സോഫയിൽ കിടക്കുന്നുണ്ട്. അമ്മ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇന്നലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, പാചകമൊക്കെ കഴിഞ്ഞിട്ട്. എല്ലാവരും പറഞ്ഞൊരു വാക്കാണ് അച്ഛനും അമ്മയാണ് ഹീറോ എന്ന്. സത്യമാണ് കേട്ടോ. അച്ഛനും അമ്മയും ഒരുപാട് എന്താ പറയുക, നമുക്ക് വേണ്ടി ജീവിക്കുന്ന 2 ജന്മങ്ങളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ മതിയാവില്ല. അപ്പം അച്ഛൻ താവിടെ കിടന്ന് ഉറങ്ങണ്, അമ്മ സമ്മാനപ്പതി പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒളിച്ചിരിക്കുന്നതാര്? കുഞ്ഞൻ. ചേച്ചിയമ്മ വരട്ടെ, ചേച്ചിയമ്മ. സമ്മാനപ്പതികൾ ഓരോന്നോരോന്നായിട്ട് തുറക്കുകയാണ്. അമ്മുക്കുട്ടിയമ്മ, അമ്മുക്കുട്ടി എന്ന പേര്. അമ്മുക്കുട്ടിയമ്മ നമ്മ വിളിക്കുന്നു. ഉരുളി വിത്ത് മൂടി. ഇത് അമ്മൂട്ടിയമ്മ അവിടെ നിന്ന് നമ്മുടെ വരച്ചതിലെ അമ്മൂട്ടിയമ്മ ഇല്ലേ, അവര് തന്നതമ്മ. അങ്ങനെ നമുക്ക് ഉരുളി, നമ്മുടെ കഥകളി മുഖം ഒക്കെ നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉരുളി ഈ വക സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളിൽ എത്തണതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വേറെ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മാറിയത് കുട്ടി വലുതാവും തോറും മാറി മാറി. ആ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ നടന്നത് ആൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. വെപ്രാളം വേണ്ടത്. ഡിന്നർ സെറ്റ് കാണിച്ചു കൊടുത്താട്ടെ അമ്മക്ക്. നമ്മള് പ്ലേറ്റ് ആക്കിയമ്മ, ചോറിനുള്ള പ്ലേറ്റ് സാധനങ്ങളൊക്കെ. ചെറിയ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പ്ലേറ്റ് ഉണ്ട്. സമ്മാനങ്ങൾ എവിടുന്നാന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അറിയില്ലല്ലോ, എല്ലാവരെയും അറിയില്ലല്ലോ. അപ്പോൾ കുറേ സമ്മാനങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ അറിയുന്നതൊക്കെ ഞാനിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തതൊക്കെ അങ്ങനെ അവർ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നർ സെറ്റ് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉരുളി 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഇത് സുജയ്ക്ക് ആവശ്യം വരൂല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സമ്മാനം കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലേ, അവർക്കത് യൂസ്ഫുൾ ആവോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് പലപ്പോഴും. അത് കാരണം തന്നെ നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതലും സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സമ്മാനമാണ് ഇതാക്കണ്ട, നമ്മുടെ കോക്കനട്ട് സ്ക്രാപ്പർ ഇല്ലേ, അതാണ്. നമ്മുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു പണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല, കാരണം അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് നമുക്ക് വരാറില്ല. വലിയ പൂരം, വിഷു, ഓണം ഈ സമയങ്ങളിൽ ഒരുപാട് നാളികേരം ചിരകേണ്ട സമയങ്ങളാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഒരെണ്ണം എന്താ ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട്. ഇത് സ്ലോ സ്പീഡാണ്, അത് കാരണം കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. നമ്മൾ കൊമേഴ്ഷ്യൽ യൂസ് അല്ല, വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാ. താങ്ക് യു പറയാൻ വന്നിട്ടില്ലേടാ ശ്രീകുട്ടൻ. അമ്മായി എൻ്റെ ഫാമിലി കാളക്കല്ല് സ്വർണത്തിന്റെ ഇത് കിട്ടിയിട്ടെന്നാ ചേച്ചിക്ക് പ്രാവശ്യത്തെ ഓണം വിഷുക്കണി വെക്കാം. ചേച്ചിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു നമ്മുടെ വീട്ടിൽ നമുക്ക് ഓണം വെക്കണം എന്നുള്ളത്. അപ്പം എന്തായാലും ഓണത്തിന് നമുക്ക് ഉരുളിയുടെയും മൊന്തയുടെയും ഒന്നും ആവശ്യമില്ല. ശ്രീകുട്ടൻ കുച്ചിപ്പുടി കളിക്കണ മൊന്തയാന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കായിരുന്നു അത് കേട്ടോ. നമുക്ക് വിഷുവിന് നമ്മളെ സ്വർണത്തിൻ്റെ തളികയിലിരിക്കുന്ന വിഷുക്കണി കാണാം കേട്ടോ. ചൂടാറാണ്ടൊക്കെ നിൽക്കുന്നല്ലോ കേട്ടോ, വെറുതെ പാത്രങ്ങളാണ്.
പിന്നെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണല്ലേ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടക്കടക്ക് പാത്രങ്ങളുണ്ടല്ലോ, ഒരു ഗ്ലാസിൻ്റെ മൂടിയായിട്ട് നോൾട്ടാരിയൊക്കെ വരുന്നത് നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് ഒരുപോലത്തെ പാത്രങ്ങളിലൊക്കെ ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു എലഗൻറ്റ് ലുക്കല്ലേ വരിക. അപ്പം അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കണം ഈ തന്ന ചേട്ടനോ ചേച്ചിയോ ആരും ആവട്ടെ, ബന്ധുക്കളോ നമ്മുടെ സ്വന്തക്കാരോ അയൽപ്പക്കക്കാരോ ആരും ആവട്ടെ, അങ്ങനെ അവർ ആ ഒരു എന്താ പറയുക, ഒരു കാസറോൾ പോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു മിക്സി ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഒരു കസിൻ കൊടുത്തതാണ് കേട്ടോ. ഇത് അടിപൊളി മിക്സിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ മിക്സി കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ വീട്ടിലൊരു മിക്സി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത്. നമ്മൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യൂല്ലേ, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ് വേറൊരു മിക്സി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മിക്സിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാനുണ്ടായിരുന്നു. നിങ്ങൾ എനിക്കൊരു അവസരം തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആറ്റംബർഗിൻ്റെ ഈ ഒരു മിക്സി ട്ടാ. ഈ വക സംഭവങ്ങളൊക്കെ സമ്മാനമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് കിട്ടിയ സമ്മാനമാണ് ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡർ കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ചോപ്പർ ജാർ ഉണ്ടടാ. നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇനി മാനുവലായിട്ട് ചോപ്പ് ചെയ്യേണ്ടതാ. ഈ സംഭവത്തിൽ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ തോരനോ അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താവശ്യത്തിന് മെഴുക്ക് പുരട്ടിക്കോ ഒക്കെ വേണ്ട രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 4 ജാറാണ് ഇതിലുള്ളത്. ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എവിടെയെങ്കിലും നമുക്ക് പോകേണ്ട ആവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ണോ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് തെറിച്ച് പോയി നമ്മുടെ കിച്ചൺ മുഴുവൻ വൃത്തികേടാവും എന്നുള്ള ഭയമില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ജാറും അതുപോലെ തന്നെ ചോപ്പറും ഉണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ പപ്പക്കായ നിൽക്കുന്നു. എന്നാൽ പിന്നെ ഒരു പപ്പക്കായ ഹൽവ പോലെ നമുക്ക് എന്തെങ്കിലും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതും നമ്മുടെ പച്ച പപ്പക്കായ കൊണ്ട് കേട്ടോ. ഭാഗ്യം ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി അതുമത്തെ ആദ്യത്തെ പച്ച പപ്പക്കായ പൊട്ടിച്ച് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പഴുത്ത പപ്പായ കൊണ്ട് നമ്മൾ പായസമോ അതുപോലെ തന്നെ ഹലുവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പച്ച പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. നമ്മുടെ വയറൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്നൊരു ഹലുവ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോപ്പർ ജാറിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ കോഴ്സ് മോഡിൽ എങ്ങനെയാണ് നമുക്ക് ഇവനെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക എന്നുള്ള ആ ഒരു മെത്തേഡും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പച്ച പപ്പക്കായ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പപ്പക്കായ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞു പീസുകളൊന്നും ആക്കണ്ട, എന്നാലും ചെറിയ ചെറിയ എന്താ പറയുക പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വരാനുള്ള എളുപ്പത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട്. എനിക്ക് പച്ച പപ്പക്കായ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലവർ, ഇങ്ങനെ കറുമുറിയിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലേ, മാങ്ങയൊക്കെ കടിച്ചു തരുന്ന ഒരു ഫീലല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി പൊടിപൊടിയായിട്ടല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കോഴ്സ് മോഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ അമ്മിയിലൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതായത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് അടിപൊളിയാണ്. ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക ഒന്നൊന്ന് ചതച്ച് കിട്ടണം എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഈ ഒരു മോഡ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ജാർ ഡിറ്റക്ഷൻ ആണ് കേട്ടോ. ഇതൊരു ജാറില്ല എന്നുണ്ടെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഇതുമ്പോൾ കത്തും. അത് കാരണം കൊണ്ട് ജാറ് വെച്ചാൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കോഴ്സ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് വേണ്ട രീതിയിലാക്കി എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നെയ്യ് ഒഴിക്കുന്നു, അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ആ നെയ്യിൽ തന്നെ നമ്മൾ ഈ ഇതുപോലെ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പപ്പക്കായ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കാം. ഒരൊറ്റ വിസിൽ മതി, അപ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനിയാണ് നമ്മുടെ ചോപ്പർ കൂട്ടൻ എടുക്കുന്നത് കേട്ടോ. ഈ ചോപ്പർ ജാറ് കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ മേടിക്കാൻ തന്നെ കാരണം. ഇതേ കണ്ടോ, ഇത് നമുക്ക് പച്ചക്കറി അരിയാനും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ചോപ്പർ കൂട്ടൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവൻ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയിട്ടുണ്ടല്ലോ, അതൊന്നും നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇട്ടിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഹലുവയിൽ ഇത് കടിക്കാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡുകൾ നമുക്ക് ആറ്റംബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല ഇത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് പല തരത്തിലുള്ള ജാറുകളുള്ള കാരണം കൊണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോ സംഭവം നമുക്ക് ഗ്രൈൻഡ് ചെയ്തോ അരച്ചോ എടുക്കാം കേട്ടോ. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് പാൽപ്പൊടിയും അതോടൊപ്പം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒറ്റ വിസിൽ കേൾപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പപ്പക്കായ ഉണ്ടല്ലോ അത് നമുക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഹലുവ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അങ്ങനെ നമ്മൾ ചോപ്പർ ജാറിൽ അടിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹലുവ കഴിക്കാൻ പറ്റും കേട്ടോ. പച്ചപ്പ
പപ്പായയിൽ ഇത് ഉണ്ടാക്കിയതാന്ന് പറയേയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് അത് വന്നിട്ടുള്ളത്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ കണ്ടോ, ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ ഹൽവ. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു അടിപൊളി ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ് നമ്മുടെ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ. നമ്മൾ അമ്മമാർക്ക് ഒരുപാട് ഉപയോഗത്തിൽ എത്തൂലേ, ആ ഒരു കോഴ്സ് മോഡും അതുപോലെ തന്നെ ചോപ്പർ ജാറും ഭയങ്കര യൂസ്ഫുൾ അല്ലേ. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത ബോക്സ് തുറന്നിരിക്കുകയാണ്. ബോക്സ് അല്ല, ഇതൊരു ഉരുളി ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ഉരുളിക്കും മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേച്ചി തന്നിട്ടുള്ളതാണ്, വലിയച്ഛൻ്റെ മകള് ചേച്ചി തന്നിട്ടുള്ളതാണ്. ഒരു ഉരുളി തന്നിട്ടുണ്ട് ചേച്ചി, അതിന് മൂടിയുടെ ഒപ്പമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഉരുളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഉരുളിയാണ് കേട്ടോ. അങ്ങനെ പെട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, നമ്മുടെ സമയം കുറഞ്ഞു വരികയാണ്. നമുക്ക് ഉടനടി മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, വല്ലൂർ എത്തണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി 10-24 കിലോമീറ്ററുള്ള റബ്ബറും തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഉള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ചടപടയെന്നാണ് എല്ലാം പൊളിക്കുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു നാഴിപ്പറ, കുഞ്ഞിതിന് നമ്മൾ നാഴി എന്നല്ല പറയാ, നാഴിയും പിന്നെ ഒരു വിളക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ കുറേ വിളക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് 2 വിളക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മ അതിനൊക്കെ അടിപൊളിയായിട്ട് പൊളിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. അമ്മമാർക്കും അതുപോലെ തന്നെ പൊളിക്കല്ല അല്ലേ, അമ്മ അതിനെ എന്താ പറയാ റാപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, നമ്മുടെ വല്ലൂരത്തെ അമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തല കറങ്ങണം എന്ന് പറഞ്ഞ് പോയി കിടന്നു കേട്ടോ. എന്തിനാ താങ്ക് യു. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു നമ്മുടെ വിൻറ്റേജ് മോഡലിലുള്ള നമ്മുടെ എന്താടാ പറയുക, തന്നെ റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് എന്നല്ലേ പറയാ, അത് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചേട്ടൻ തന്നതാണ്. ഇപ്പോൾ ഇവിടെ വാച്ചല്ല ക്ലോക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന എല്ലാവരും സമയം നോക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടും ഓടുന്നുണ്ടായി കണ്ടെന്ന് ചേട്ടായി പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഫോൺ എടുത്താൽ മതി, എന്നാലും നമ്മളിപ്പോഴും വാച്ചിലാണ് നോക്കുക. നമ്മൾ വൺസ് നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് വാച്ച് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നമ്മുടെ കണ്ണങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റി സ്ഥാപിച്ചാൽ തന്നെ ആദ്യം എവിടെയാണോ സ്ഥാപിച്ചത് അവിടേക്കാണ് നമ്മുടെ കണ്ണു പോവുക. അടുത്ത ബോക്സുമായി അങ്ങനെ ഏറ്റവും ലാസ്റ്റും ഒരു നമുക്ക് ക്ലോക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പാപ്പൻ തന്ന ക്ലോക്കാണ് കേട്ടോ. പാപ്പൻ എന്ന് വിളിക്കുന്നത് നമ്മൾ അച്ഛൻ്റെ അനിയനാണ് പാപ്പൻ എന്ന് വിളിക്കുന്നത്. ഒരു അടിപൊളി ക്ലോക്കായിരുന്നു കേട്ടോ. നമ്മുടെ വീടിന് ചേരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ക്ലോക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ട, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഇത്ര വലിയ അക്ഷരങ്ങളാകുമ്പോഴേ നമുക്ക് എത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും സമയം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അയ്യോ ഇത് കഴിഞ്ഞിട്ടില്ലേ, ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ഒരു പെട്ടി വന്നിട്ടുണ്ട്. അതിലെന്തായിരുന്നു, തുറക്കട്ടെ കേട്ടോ ശ്രീകുട്ടൻ. അതിലൊരു സ്റ്റീമർ ആയിരുന്നടാ. അതായത് നമുക്ക് 2 തട്ടുള്ള 2 ടയർ സ്റ്റീമർ ഇല്ലേ, അതായിരുന്നു ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചോറ്, അതുപോലെ തന്നെ ചോറൊന്ന് തിളപ്പിച്ച് വിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം. അതുപോലെ നമ്മുടെ പഴം പുഴുങ്ങണമെങ്കിലോ മുട്ട പുഴുങ്ങണമെങ്കിലോ ഒക്കെ ഇതിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ വട്ടയപ്പം ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടം തന്നെ 2 വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല പ്രാസല്ലേ. അപ്പോൾ സ്റ്റീമർ അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിക്ക് എന്താന്ന് കണ്ട, ഈ പാത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് വേറൊരു സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടോ പാത്രം. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു വിളക്കാണുള്ളത്. അത് ചേട്ടൻ്റെ ഒരു മാമൻ തന്ന വിളക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നാടൻ വിളക്കിൻ്റെ ഒരു ഫീലാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ വിളക്ക് നമ്മൾ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോയപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ഒപ്പം ഒരു കുഞ്ഞ വിളക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് അതിനേക്കാളും വലിയ വിളക്കാണ് കേട്ടോ. അങ്ങനെ 3 വിളക്കുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മണ്ണമ്പട്ടയും ഇങ്ങനത്തെ ഒരു വിളക്കാണുള്ളത് കേട്ടോ. അത് വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നു 10-36 വർഷങ്ങൾക്ക് മുന്നേ അമ്മയുടെ അമ്മയുണ്ട്, അമ്മമ്മ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, അമ്മയ്ക്ക് പണിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ അതിലാണ് വിളക്ക് വെക്കുന്നത്. അങ്ങനെ സമ്മാന പൊതികളൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട് മുഴുവൻ ഈ പേപ്പറും പേനയില്ലല്ലോ, പേപ്പറും ഇതുപോലെ തന്നെ കവറുകളൊക്കെ. അപ്പം അതൊക്കെ നടക്കി പറക്കി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളെ. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ എല്ലാവരും. അമ്മ അച്ഛന് 2 ദിവസം ഉണ്ടാവൂലേ? 2 ദിവസം നാളെ കടയിലേക്ക് പോവും. പക്ഷെ എല്ലാവരും പോയിട്ടാ, കുട്ടികൾക്ക് പെങ്ങന്മാരൊക്കെ എല്ലാവരും പോയി. അമ്മ അച്ഛനും ഉറങ്ങി. 2 പോത്തിക്ക് നോക്കി അറിയാൻ പറ്റും. കൊറേ നേരം ഇവിടെ ഇരുന്നു. അമ്മക്ക് തല കറങ്ങുന്നത് പോയി പറഞ്ഞ അവിടെ പോയി കിടന്നു. നല്ല വയ്യായി ആൾക്കിട്ടാ. അപ്പൊ പെട്ടി പൊട്ടിക്കല് ഇനിയാണ് ഭക്ഷണം കഴിക്കും. അപ്പൊ ഞാൻ വീടിന്റെ മോളും ഭാഗ്യനും ഉണ്ണിയൊക്കെ കൂടി പോവും. പിന്നെ ആരും ഉണ്ടാവില്ല ഇവിടെ. പറയും നമ്മുടെ വീടിനെ കുറിച്ച് 2 വാക്ക് പറയും. വീടിനെ കുറിച്ച്, വീട് നന്നായിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ അത് എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട്. അത്ര തന്നെ പറയാനുള്ളൂ. ബാക്കി ചേട്ടൻ പറയും.
ഏട്ടായി പറയട്ടെ, പറയേണ്ട ആളിവിടെ ഇരിക്കണുള്ള 2 വാക്ക്. ഭയങ്കര കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാ. ഏട്ടായുടെ വീടിനെ കുറിച്ച് സന്തോഷം, ചേച്ചിക്ക് ഏട്ടൻ്റെ വീടുള്ളത് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള വികാരഭരിതമായ നിമിഷങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ. എന്നാലും പറയേ, നമ്മള് ഫെബ്രുവരിയിൽ തുടങ്ങാനുണ്ടായ സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞോ. തുടങ്ങാനുണ്ടായ സാഹചര്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും കൂടി പ്രസ് ചെയ്തപ്പോൾ തുടങ്ങാമെന്ന് ചോദിച്ചു. എന്തെങ്കിലും അവിടെ എന്ന് വെച്ചാൽ തുടങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞു. ഡാൻസിൽ തുടങ്ങി. അങ്ങനെ പിന്നെ ഇതേവരെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളെല്ലാ പണിക്കാരും നമുക്ക് സപ്പോർട്ടായിട്ട് വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എല്ലാ പണിക്കാരും നന്നായിട്ട് ചെയ്തു തന്നു. 6 മാസമായിട്ട് 6 മാസം കൊണ്ട്. പിന്നെ എല്ലാവരുടെ പ്രാർത്ഥനയും കുറേ ആൾക്കാരുടെ സഹായങ്ങളും മനസ്സിൽ നന്മയുള്ള കുറേ ആൾക്കാരെ, ഞാൻ ഇതവരെ കാണാത്ത ആൾക്കാരെ ഉണ്ട് അതിൽ. അപ്പൊ നമ്മുടെ വീടിന്റെ പേര് ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. പറഞ്ഞോ. അപ്പൊ നമ്മളെക്കാൾ ഉപരിയായിട്ട് മനസ്സിൽ നന്മയുള്ള കുറെ ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സഹായിച്ചുകൊണ്ടാണ് ഈ വീടിന് പൊന്തി വന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ പേരും നന്മ എന്ന് തന്നെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു. ഞാനും പിന്നെ അതിന്റെ ഇടയിൽ തിരക്കിന്റെ ഇടയിൽ ഞാനത് എഴുതിപ്പിക്കാൻ വിട്ടുപോയി. പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ. അപ്പൊ നന്മാന്ന് നമുക്ക് എഴുതിപ്പിച്ച് തൂക്കണല്ലോ ഏട്ടാ. നമ്മുടെ അവിടെ സുദർശന എഴുതി പോലെ എഴുതിയാൽ മതിയാ. അപ്പൊ എഴുതി കൊണ്ടുവരാം ഏട്ടാ. അത് പറഞ്ഞോളൂ ഏട്ടാ. നന്മ. ബാക്കി പറയട്ടാ. ബാക്കി ബാക്കിനല്ലാതും എല്ലാ കാര്യങ്ങളും ഫിനിഷായി. ഇനി ഒരു വർക്കില്ലാത്ത പോലെ നമ്മളാക്കി. നമ്മളിപ്പോ ഹൗസ് വാമിങ് കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. വീടിന്റെ പേരെങ്ങനെയുണ്ട്? പേര് അടിപൊളിയായിട്ടുണ്ട്. പേര് കുറേ ദിവസമായി ചോദിക്കണേ. അപ്പൊ അന്ന് പറയാന്ന് പറഞ്ഞോളൂ. കരയാണോ എന്നാണ് ചോദിക്കുന്നത്. അമ്മയുടെ അച്ഛൻ്റെ അടുത്തുള്ള 6 മാസം അത്ര നീണ്ട പീരീഡ് ഒന്നും അല്ലാടുന്ന, വേഗം കഴിഞ്ഞതാ. അതന്നെ എന്തൊരു പെട്ടെന്ന് ഞായറാഴ്ച കഴിഞ്ഞ പോലെ ഫീൽ ചെയ്തു. ആദ്യം കണ്ടപ്പോ ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ടായി. അല്ല, ഇന്ന് ഇന്ന് ആദ്യം കണ്ടപ്പോ സൂപ്പറായി തോന്നി. കിളിപോയി. ഇപ്പൊ ഇത്ര വലുതായ ദിവസം പപ്പയും മമ്മിയും അമ്മയും അപ്പയും ഒക്കെ നേരം വൈകി വരുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? അത് പറയാ. ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്നും അവിടെ ഒറ്റയ്ക്കാവും. അപ്പോ ഇവിടെ ഇത്രയധികം എന്തിട്ട് പണി ഇവർക്ക് ഒരു ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട് ചെയ്യണേന്നൊക്കെ വിചാരിക്കാറുണ്ട്. സൂപ്പറായി. കുഞ്ഞന്റെ മറ്റേ സമ്മാനങ്ങളുടെ ഇടയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുഞ്ഞൻ. നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഞാനിവിടെ അമ്മ പറയാമോ 2 വാക്ക് അവരോടത്ത്? 2 വാക്ക് പറയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ. മോൻ്റെ വീടിന്റെ പേര് നന്മ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഇത്തിരി ടെൻഷനിലും കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം മക്കളടുത്തുള്ള കാരണേ അല്ലേ അച്ഛനും കൂടി പറയണതല്ല. വീട് പണിത സന്തോഷം ഒരു വശത്തുണ്ടെങ്കിൽ അച്ഛന് ഞാൻ കാലത്തന്നെ കടയിൽ പോരും. പിന്നെ അച്ഛന് ചില ദിവസങ്ങളിലൊന്നും പണി ഉണ്ടാവില്ല. അപ്പൊ ആളുടെ മെയിൻ പണി മക്കള് വന്നതിന് ശേഷം സുജമോളെ ബസ് ഇറങ്ങി കൊണ്ടുവരിക, ഉണ്ണിമോളെ ബസ്സിൽ കയറ്റി വിടുക, ഉണ്ണിമോള് ട്യൂഷൻ കഴിഞ്ഞ് നോക്കി നിൽക്കുക, ഉണ്ണിമോളെ പോയി കൊണ്ടുവരിക. അത് കൃത്യസമയത്തിന് ആരും വന്നാലും ആള് ആ നേരത്തിന് അത് എത്തിക്കൂട്ടാ. ഭയങ്കര കുറച്ച് ദൂരം നടക്കാണ്ട് ബസ് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ വണ്ടി കൊണ്ട് നിൽക്കല് കാത്തു നിൽക്കലാണ് അച്ഛന്റെ പണി. ഞങ്ങൾ അപ്പൊ അതും ആളെല്ലാവരും ഉണ്ടാക്കാൻ ആൾക്ക് പറ്റണവരൊക്കെ അമ്മേനെ കൊണ്ടുവരും, അമ്മേനെ കൊണ്ടുവരും, കുഞ്ഞിനെ കൊണ്ടുവരും, ചേച്ചീനെ കൊണ്ടുവരും. അത് കൃത്യമായിട്ട് എന്നെ കൊണ്ടല്ല ഇത്തിരി വയ്യ ഒരാള്. മറ്റുള്ളവരൊന്നും വിളിച്ചില്ലെങ്കിൽ ആള് കപ്പളക്കെ ഹാജരാണ്. അമ്മ വരുന്ന സമയം അറിയില്ല. ഞാൻ വിളിച്ച നേരത്തെ ഞാൻ പല സമയങ്ങളിലാണ് വരെ. ഇവര് വരുന്ന സമയങ്ങളൊക്കെ അതിന് അച്ഛനറിയാം. അപ്പൊ ആ സമയത്ത് ആളവിടെ ഹാജരായി. പിന്നെ ആ ഒരു ഇത് ആളുടെ പോയി കുറച്ച് നാള് നല്ല ഹാപ്പിയാണ്.
ഒന്നും അറിയണ്ട. എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ 9, 9:30, 10 മണി 11 മണിയൊക്കെ ആവും ഞങ്ങൾക്ക് എടുക്കുമ്പോൾ. നോമ്പ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒന്നിനൊരു ഇതേ ഇങ്ങനെ വർത്താനം പറഞ്ഞ ആ സമയം പോണെന്ന് നമുക്കറിയില്ല. സമയം ഇത്ര വൈകുന്നേരമായിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയില്ലേ. ഇനി ഉറങ്ങണ്ട. പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് പോരുന്നേ. ആ കുറച്ച് നേരമാണ് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ഒരു ഇതാവണുള്ളേ. പിന്നെ പെരപണിയുടെ കാര്യങ്ങൾ ഇഷ്ടംപോലെ സംസാരിക്കാണ്ടാവും. മോൻ വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയാണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് ആ ഒരു നല്ല കുറച്ച് നമ്മുടെ മണ്ണമ്പട്ടയിൽ എത്തുമ്പോൾ ഇനി അതൊരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് നാളത്തേക്ക്. പിന്നെ മോളൂനും അത് നന്നായി, മക്കൾക്കും 3 ആൾക്കും അത് നന്നായി ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിജുമോനെ ആദ്യ നാളുകളിൽ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും വഴി അങ്ങോട്ട് നിന്നും ഓടിയെത്തണ്ട. പിന്നെ ആൾക്കത് എന്തായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്തായി അവിടെ പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സുഖമായിട്ട് പോയി. അപ്പം അതിൻ്റെ ഒരു വിഷമവും കൂടി ഉണ്ട്. ഇനി നാളെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അത് കൂടുതലായിട്ട് അറിയാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ സന്തോഷമാണ്. ഞാൻ ഹാപ്പിയാണ്. 2 മക്കൾക്കും ഒരേ വീടായി. ദൈവസഹായം കൊണ്ട് അതൊക്കെ നടന്ന് കിട്ടി. അപ്പോൾ അതിൽ ഒരു അച്ഛനമ്മ എന്നുള്ള നിലയിൽ നമ്മൾ നല്ല ഹാപ്പിയാണ് അല്ലേ ചേട്ടാ? അച്ഛൻ ഒരുപാട് എന്താ പറയാ കുറെ സമയം ഈ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് അച്ഛൻ ഇവിടെ തന്നെ നടന്നു. ഒരുവിധം കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ തീർത്ത് വന്നു. ഇപ്പൊ ഞാനും ഹാപ്പിയാണ്. എനിക്കും ഒന്നും പറയാനില്ലേ, എല്ലാവരെല്ലാം പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറുണ്ടല്ലോ, ഈ 8 പേരടങ്ങുന്ന ഒരു ലോകമായിട്ട് ഇങ്ങനെ ചുരുങ്ങി, വലിയൊരു ലോകമാണെന്ന് എൻ്റെ ഈ 8 പേരായിട്ട് ചുരുങ്ങി എന്ന് പറയാറില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ വർഷം തുടങ്ങുമ്പോഴും ഞാൻ റെസൊല്യൂഷൻസ് എഴുതും. അപ്പൊ കഴിഞ്ഞ കുറേ വർഷമായിട്ട് എഴുതുന്ന റെസൊല്യൂഷന്റെ ആദ്യത്തെ ഒരു പേജിൽ ഒരു 1, 2 പ്രയോറിറ്റിയിൽ വരുന്ന കാര്യമായിരുന്നു ചേച്ചിക്കൊരു വീട്, ചേച്ചിക്കൊരു വീട്. അങ്ങനെ ചേച്ചിക്കൊരു വീട് എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനും കുഞ്ഞിനും അങ്ങനെയാണ് എഴുതുമ്പോൾ. പക്ഷെ ഇക്കൊല്ലം അടുത്ത കൊല്ലം എനിക്ക് എഴുതാൻ അതില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. ഓരോ കൊല്ലം നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ചുരുങ്ങി ഡയറിയിൽ ഇങ്ങനെ ചുരുങ്ങി വരുമ്പോൾ അത് നമ്മുടെ അച്ചീവ്മെന്റ് അല്ലേ. അങ്ങനെ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം എൻ്റെ ഏട്ടനും എൻ്റെ ചേച്ചിക്കും കുഞ്ഞിനൊക്കെ ഒരു നല്ല വീട്. അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോണേക്കാളും മുന്നൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അച്ഛനായിരുന്നു കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പറയില്ലേ ഓരോ ഫെയ്ത്ത് എന്ന് പറയില്ലേ, അതുപോലെ ഇപ്പോഴാണ് അതിന്റെ സമയമായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പ്രാർത്ഥനയും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ചേച്ചിയുടെയും പിന്നെ ഏട്ടായിയുടെ ഇത്ര നാളത്തെ സമ്പാദ്യവും എല്ലാം അങ്ങനെ ഒരു സ്വരുക്കൂട്ടി വെച്ച് നമ്മളങ്ങനെ സ്വപ്നം പോലൊരു വീട് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. ഹോം ടൂർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏട്ടായിട്ട പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നന്മ എന്നാണ് ഏട്ടായിട്ട പേര്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വല്ല ലക്ഷ്മി നിവാസ് എന്നൊക്കെ ഏട്ടായി പ്രതീക്ഷിച്ചിട്ടുണ്ടായി. ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ദിവസം കുറേ നാളായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. മമ്മയ്ക്കൊരു വീട് പണിയായിരുന്ന അപ്പൊ 3 സ്ഥലത്തല്ലേ താമസിക്കുന്നത്. ഇപ്പൊ 2 സ്ഥലത്ത് വീടായല്ലോ. അവിടെയും കൂടെ ഒരു വീട് എന്നുള്ള ഉദ്ദേശത്തിലാവാൻ പറഞ്ഞല്ലേ ശ്രീകുട്ട. നമുക്ക് പണിയാട്ടാ. ശരി. ഇപ്പൊ പണിയില്ല. വീടിന്റെ പേര് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതും അതുപോലെ സജസ്റ്റ് ചെയ്യാന്നല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സജഷൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഏട്ടായുടെ മനസ്സിലൊരു പേരുണ്ടായിരുന്നല്ലോ, അതാണ് ആള് നമുക്ക് സജസ്റ്റ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ അമ്മ വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ വയ്യാണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ മോഷൻ സിക്നസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് വല്ലൂർക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വല്ലൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സമ്മാന പൊതികളുടെ വ്ളോഗും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പേരും ഒക്കെ അടിപൊളിയായിട്ടില്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വല്ലൂർ എത്തണം. നാളെ ശ്രീകുട്ടൻ്റെ കമ്പ്യൂട്ടർ എക്സാം ആണ്. അത് കാരണം കൊണ്ട് കുറച്ച് അൽത്തുകൊളുത്ത് പരിപാടികൾ, യൂണിഫോം തയ്ക്കാനും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അരിയൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോകാൻ മറന്നു. ശ്രീകുട്ടൻ്റെ അച്ഛമ്മ എന്നാണ് ശ്രീകുട്ടൻ വിളിക്കുക അമ്മമ്മേനെ. അച്ഛമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് ശ്രീകുട്ടനും തമ്മിൽ പ്രത്യേക ഒരു ബോണ്ട് ഉണ്ട്. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നത് കാരണം ശ്രീകുട്ടൻ അച്ഛമ്മോട് ഭയങ്കര ഒരു
അനുകമ്പ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചേച്ചിമ്മ നന്നായിട്ട് നോക്കിക്കോളൂട്ടോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾ മിക്കതും പോരുക. അത് അച്ചാച്ചൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയായിരുന്നു. അച്ചാച്ചനും ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഈ ചെറുപിള്ളേരായിട്ട് ഈ അമ്മൂമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അത് ശ്രീകുട്ടനായിട്ടും ഉണ്ട് കേട്ടോ. അത് കാരണം ശ്രീകുട്ടന് അച്ചാച്ചൻ അച്ഛമ്മ ഇല്ല എന്നുള്ള അങ്ങനെ ദുഃഖങ്ങളൊന്നുമില്ല. ഒരുപാട് അച്ചാച്ചനും അച്ഛമ്മമാരും ഒക്കെ ഉണ്ട് അവന്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അതാ നമ്മുടെ വർണ്ണശബളമായി തിളങ്ങി നിൽക്കുന്ന വീടിനോട് ഇന്നത്തേക്ക് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് എഴുതാനും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാനും ഒന്നും മടിക്കരുത്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.